ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ദി സീസ്ലെസ് റെയിൻ ബൈ റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദിനെ നമുക്കെല്ലാം കുറച്ചും കൂടെ പരിചയമുണ്ടായിരിക്കുക അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങളിലൂടെ ആയിരിക്കും. മലയാളത്തിലെ ഒട്ടനവധി സിനിമകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഉദാഹരണമാണ് ഒടിയൻ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ മഞ്ജു വാര്യർ സിനിമയിൽ കൊണ്ടോരാം കൊണ്ടോരാം കൈതോല പായ കൊണ്ടോരാം അങ്ങനൊരു പാട്ട് ഇദ്ദേഹത്തിൻ്റെ വരികളാണ്. അതുപോലെ എന്നു നിൻ്റെ മൊയ്തീനിൽ കണ്ടോണ്ട് ചൊല്ലണ് മിണ്ടാണ്ട് മിണ്ടണ് ആ ഒരു പാട്ടും ഇദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ മലയാളം സിനിമയ്ക്ക് മാത്രമല്ല മലയാളം ലിറ്ററേച്ചറിന് തന്നെ ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയാണ് റഫീഖ് അഹമ്മദ് എന്ന് പറയുന്നത്. അപ്പോൾ മലയാളികൾക്ക് അത്രമേൽ പ്രൗഡായിരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂജൻ കാലഘട്ടമാണ് അല്ലേ. ഈ ഒരു സമയത്ത് കൂടുതൽ നമുക്ക് കാണുന്നത് എന്താണ്, റാപ്പ് സോങ്ങുകളും മറ്റൊക്കെയാണ് അല്ലേ. അതുപോലെ ഇല്ലുമിനാറ്റി, ആർമാദം, അങ്ങനത്തെ ഓരോ പാട്ടുകളാണെന്ന് നിലവിൽ, അല്ലെങ്കിൽ പച്ച പരിഷ്കാരി. അപ്പോൾ ആ പാട്ടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു പഴയ കാലഘട്ടത്തിലോട്ട് ചിന്തിച്ച്, അല്ലെങ്കിൽ അത്രമേൽ വാക്കുകൾക്കൊക്കെ അത്രമേൽ മീനിങ്സ് കൊടുത്ത് ഓരോ പാട്ടുകൾ അദ്ദേഹം രചിക്കുന്നുണ്ട് റഫീഖ് അഹമ്മദ്. ഇപ്പോൾ റഫീഖ് അഹമ്മദ് മിക്ക പാട്ടുകൾ നോക്കിക്കഴിഞ്ഞാലും നമ്മളെപ്പോലുള്ള യൂത്തിലുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടുന്നതാണ്, അതുപോലെ തന്നെ കുറച്ച് പ്രായം ചെന്ന ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിലും പാട്ടുകളിലും എല്ലാം നമുക്ക് കാണുന്നത് എല്ലാ വായനക്കാരെയും ഒരുപോലെ എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വരികളാണ് അദ്ദേഹത്തിൻ്റേതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലും അതൊക്കെ തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പോയംസിലെല്ലാം കാണുന്ന മേജർ തീംസ് സ്പിരിച്വാലിറ്റി, ലവ്, നേച്ചർ, സൊസൈറ്റൽ ഇഷ്യൂസ്, അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ റഫീഖ് അഹമ്മദിൻ്റെ പോയംസ് എല്ലാം കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ, കൾച്ചറൽ, എൻവയോൺമെൻറ്റൽ കോണ്ടെക്സ്റ്റിലാണ് മിക്കതും അദ്ദേഹം എഴുതാറുള്ളത്. ഇനി ആദ്യമായിട്ട് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2006 ലഭിച്ചിട്ടുണ്ട്. ആൾമറ എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് പോയംസിനാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കവിതയാണ് തോരാമഴ. തോരാമഴ എന്നുള്ള അർത്ഥം ഒരിക്കലും നിൽക്കാത്ത മഴ, ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മഴയെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് സീസ്ലെസ് റെയിൻ എന്നാണ്. ഈ ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത് അനീത വർമ്മ എന്ന് പറയുന്നൊരു വെൽ നോൺ പോയറ്റും ഒരു ട്രാൻസ്ലേറ്ററുമാണ്. അപ്പോൾ ഈ ഒരു തോരാമഴ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ തീംസ് ആണുള്ളതെന്ന് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നു. ലോങ്ങിങ്, റെസിലിയൻസ് ആൻഡ് എ സെൻസ് ഓഫ് കണ്ടിന്യൂറ്റി. റെസിലിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ തരം ഹാർഡ്ഷിപ്സ്, എന്തൊക്കെ തരം ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെല്ലാം തരണം ചെയ്ത് ആ ഒരു പ്രതിരോധ ശക്തി എന്ന് പറയില്ലേ, ആ ഒരു പ്രതിരോധ ശക്തിയെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സെൻസ് ഓഫ് കണ്ടിന്യൂറ്റി, ഒരു തുടർച്ച, അതും ഇവിടെ പറയുന്നുണ്ട്. ഇനി റെയിൻ എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്, മെറ്റഫർ ഫോർ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അതായത് ഇപ്പോൾ കോംപ്ലക്സിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ആണ്. അതായത് ഹ്യൂമൻ്റെ നിലനിൽപ്പിന്, മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്നുള്ള വ്യക്തിയല്ല നമ്മൾ തമ്മിൽ തന്നെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഒക്കെ അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മഴ എന്ന് പറയുന്നത് ഒരിക്കലും വെറുമൊരു പ്രകൃതിയിൽ കാണുന്ന ഒരു പ്രോസസ്സായിട്ടല്ല ഇവിടെ പറയുന്നത്. ഈ മഴയിൽ എന്തൊക്കെ തരം ഇമോഷൻസ് ഉണ്ട്, ഈ മഴ എങ്ങനെ വളരെ ഡീപ്ലി തോട്ട്ഫുൾ ആക്കുന്നു ഒരാളെ, അതെങ്ങനെ ഒരാളെ ബാധിക്കുന്നു, അതൊക്കെയാണ് ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. ഇനി കവിതയെ ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ വിവരിച്ചിരിക്കുന്നത്, ഈ കവിതയിലെ ഓരോ വാക്കുകളും മഴയെ പോലെ തന്നെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അത്രമേ ഫ്ലോയിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ആ ഒരു കവിതയിൽ നിന്ന് നോക്കാം. കവിതയുടെ മലയാളം നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കിടക്കാം. കവിതയുടെ ആദ്യം തന്നെ ഒരു മരണത്തെ പറ്റിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ദ നൈറ്റ് ഉമ്മുക്കുൽസു ഡൈഡ്. ഉമ്മുക്കുൽസു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവിടെ മരിക്കുന്നതാണ് പറയുന്നത്. മരിച്ചെന്ന രാത്രിയിൽ, മരിച്ച ആ ദിവസത്തെ രാത്രിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഉമ്മുക്കുൽസുവിൻ്റെ അമ്മ വീടിന് പുറത്ത് ഒറ്റയ്ക്ക്, എലോൺ ഔട്ട്സൈഡ് ദ ഹൗസ് എന്നാണ് പറയുന്നത്. അതായത് അവർ വളരെ അപ്സെറ്റാണ്, അവരെ ചുറ്റും ആരുമില്ല, എലോൺ, സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ ഐസൊലേഷൻ, ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. റിലേറ്റീവ്സ് ഹാഡ് ഓൾ ലെഫ്റ്റ്, ദി ഫ്രണ്ട് യാർഡ് വാസ് എംപ്റ്റി.
അതായത് നമുക്കൊരു മരണ വീടിനെ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കാം. ഒരു മരണ വീട്ടിൽ എങ്ങനെയായിരിക്കും? ഒരു മരണം സംഭവിച്ച് ആ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഫുള്ളും അവിടെ ഓടി കയറും അല്ലേ, അവിടെ തടിച്ചു കൂടും. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. 2 ദിവസമൊക്കെ ആ വീട്ടിൽ മരിച്ചതിനെ പറ്റിയിട്ടും ആ കാര്യങ്ങളൊക്കെ അവിടെ ഭയങ്കര സംസാരവും ഈ മരിച്ച ആളെ ഡെഡ് ബോഡി കാണാൻ ആളുകൾ വരുന്നതും പോകുന്നതൊക്കെ ആയിട്ട് ഒരു ആകെ മൊത്തം ഒരു ക്രൗഡഡ് ആയിട്ടുള്ളൊരു പ്ലേസ് പോലെ ഉണ്ടായിരിക്കും. ഒരു 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും. പിന്നെ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വല്ല റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആ ഒരു മരിച്ച ദിവസം വരാൻ പറ്റാത്ത ആളുകളോ ഒക്കെ വന്ന് ജസ്റ്റ് ഇങ്ങനെ അവരെയൊക്കെ കണ്ടിട്ട് പോകും. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അവിടെ ആരെങ്കിലും ഉണ്ടാവുമോ? ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ മരിച്ച ആളുകളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് അവർ മാത്രമായി മാറും. അപ്പോൾ അതാണ് ഇവിടെയും പറയുന്നത്. ബന്ധുക്കാരെല്ലാവരും അവിടെ നിന്ന് പോയി. ഈ ഒരു ഫ്യൂണറലിനും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന റിച്വൽസിനെല്ലാം വന്ന എല്ലാ ആളുകളും അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ആ അമ്മ ഒറ്റയ്ക്കാവുകയാണെന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആ ഇപ്പോൾ ഫ്രണ്ട് യാർഡ് വാസ് എംപ്റ്റി. അതായത് ആ വീടിന് മുമ്പിലുള്ള സ്ഥലങ്ങളെല്ലാം നേരത്തെ എന്തായിരുന്നു, ഒരുപാട് ആളുകൾ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമായിരുന്നു അല്ലേ. ഇപ്പോൾ അതെന്താണ്, ആരുമില്ല. അവിടെ അത്ര നേരം ആളുണ്ടായിരുന്നു, ഇപ്പോൾ ആരുമില്ല. ഒരു ലോൺലിനെസ് ആണ് അവിടെ പറയുന്നത്. റെൻറ്റഡ് ചെയേഴ്സ്, ഗ്യാസ് ലൈറ്റ്, മാറ്റ്സ്, എവ്രിതിങ് വാസ് റിട്ടേൺ. അതായത് ഒരു മരണ വീട്ടിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുവരിക, നമ്മൾ വാടകയ്ക്ക് എടുക്കുക. അതായത് നമ്മൾ പന്തലൊക്കെ ഇടും അല്ലേ, ആളുകൾക്ക് വന്ന വെയിൽ കൊള്ളാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പന്തലൊക്കെ ഇടും. ആളുകൾക്ക് ഇരിക്കാൻ വാടകയ്ക്ക് കസേരകൾ എടുക്കും. പിന്നെ ഗ്യാസ് ലൈറ്റാണ് ഇവിടെ പറയുന്നത്. അതായത് അന്ന് വെളിച്ചമില്ല, അപ്പോൾ വെളിച്ചം കത്തിച്ച് വെക്കാൻ ഉള്ളൊരു ഗ്യാസ് ലൈറ്റിനെ പറ്റി പറയുന്നു. ആളുകൾക്ക് ഇരിക്കാനുള്ള നിലത്ത് വിരിക്കുന്ന മാറ്റുകൾ, അങ്ങനെ വാടകയ്ക്കായി എടുത്തുള്ള എല്ലാ സാധനങ്ങളും തിരിച്ചു കൊടുത്തു. അപ്പോൾ മരണമൊക്കെ കഴിഞ്ഞു, എല്ലാം പാക്കപ്ഡായി. അവരൊക്കെ പാക്കപ്പ് ചെയ്ത് പോയി കഴിഞ്ഞു. ഇനി അടുത്തത്, അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് darkness welled up to the bottom branch of the chambak which she had once planted. അടുത്തതൊരു മെമ്മറിയിലേക്കാണ് ഇവിടെ പോകുന്നത്. അതായത് പണ്ട് ഈ ഒരു ഉമ്മു കുൽസു എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരു ചെമ്പകത്തിൻ്റെ മരം നട്ടിരുന്നു എന്നാണ് പറയുന്നത്. ചെമ്പകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നല്ലൊരു മണമുള്ള ഒരു പൂവാണ് അല്ലേ. അതിൻ്റെ മരം ഈ ഉമ്മു കുൽസു നട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ വീടിൻ്റെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് തോന്നുന്നതാണ് ഇവിടെ പറയുന്നത്, ഡാർക്ക്നെസ് വെൽഡ് അപ്പ് ടു ദി ബോട്ടം ബ്രാഞ്ച് ഓഫ് ദാറ്റ് ട്രീ. അതായത് അവർക്ക് ചുറ്റും തോന്നുകയാണ് ഇങ്ങനെ എന്തോ ഇരുട്ടിങ്ങനെ നിറയുകയാണ്, എന്തൊക്കെയോ അവർക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഡാർക്ക്നെസ് ആയിട്ട് എന്തൊക്കെയോ ഫീൽ ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അപ്പം അത് ആ ഒരു വ്യക്തിയുടെ, ആ അമ്മയുടെ ഒരു ഡീപ്പ് സോറോനെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് 2 രീതിയിൽ വേണമെങ്കിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യാം. അതായത് ഇവിടെ ഡാർക്ക്നെസ് വെൽഡ് അപ്പ് ടു ദി ബോട്ടം ബ്രാഞ്ച് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു രാവിലെ കഴിഞ്ഞിട്ട് വൈകിട്ടാവുന്ന നേരം, ഒരു ഈവനിങ്ങിൽ നിന്ന് നൈറ്റിലേക്ക് ആവുന്നൊരു നേരം, അപ്പോൾ ഇങ്ങനെ ഇരുട്ട് വന്നുകൊണ്ടിരിക്കുമല്ലോ, ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. ഒരു പാസേജ് ഓഫ് ടൈം ആയിട്ട് നമുക്ക് പറയാം. ഇനി സിംബോളിക്കായിട്ട് പറയുകയാണെങ്കിൽ ആ അമ്മയുടെ മകളാണല്ലോ ഇവിടെ മരിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും അല്ലേ. ആ അമ്മയുടെ വിഷമം ഇങ്ങനെ ഉള്ളിലിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ദി മദേഴ്സ് സോറോ ഇസ് ഗ്രോയിങ് ജസ്റ്റ് ലൈക്ക് ദി സ്പ്രെഡിങ് ഡാർക്ക്നെസ്. ഒരു ഇരുട്ട് എങ്ങനെയാണോ അങ്ങനെ പടർന്ന് പന്തരിക്കുന്നത്, അതുപോലെ ആ അമ്മയുടെ ഉള്ളിലും അവരെ വിഷമം ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. വെൽഡ് അപ്പ് എന്ന് പറയുന്നത് അക്യുമുലേറ്റ് എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ കൂടുക എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു വിഷമം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. A little chimney lamp stood wiping a dim teary light. ചിമ്മിനി ലാമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പണ്ട് വൈദ്യുതിയൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ വെളിച്ചത്തിനായി ഉപയോഗിച്ചിരുന്നൊരു ലാമ്പാണ്. അപ്പോൾ ഇവിടെ ലാമ്പ് കണ്ണീര് തുടയ്ക്കുന്നതായിട്ടാണ് പറയുന്നത്. ദ ലാമ്പ് ഇസ് ജെന്റ്ലി ക്ലിയറിങ് എവേ സംതിങ് ലൈക്ക് വൈപ്പിംഗ് എവേ ടിയേഴ്സ്. എന്തോ ഇങ്ങനെ തുടച്ച് കളയുന്നത് പോലെയാണ് പറയുന്നത്. അപ്പോൾ ലാമ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജീവനുള്ള ഒരു സബ്സ്റ്റൻസ് ഒന്നുമല്ല. അങ്ങനെ ജീവനില്ലാത്ത ഒന്ന് കണ്ണീര് തുടയ്ക്കുന്നതായി പറയുമ്പോൾ അതിനെ നമ്മൾ എന്താണ് പറയുക, ലിറ്റററി വൈസ് പേഴ്സോണിഫിക്കേഷനാണ്. അപ്പോൾ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഡിം ടിയറി ലൈറ്റ് എന്ന് പറയുന്ന ഫ്രേസ് ഉണ്ട്. അതായത് ആ ഒരു ലാമ്പിൻ്റെ ലൈറ്റ് വളരെ പ്രകാശം കുറഞ്ഞതായിരുന്നു, ഫെയിൻ്റ് ആയിരുന്നു, അതുപോലെ ഫ്ലിക്കറിങ് ആണ്. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കൂടും, പിന്നെ കുറയും.
അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇപ്പോൾ നമ്മുടെ ട്യൂബ് ലൈറ്റൊക്കെ കിടാവാറാകുമ്പോൾ ഒക്കെ ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യില്ല, ഇങ്ങനെ 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 ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ആ ഒരു ഫെയിൻറ്റ് ആൻഡ് ഫ്ലിക്കറിങ് ലൈറ്റിനെ നമുക്കിവിടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ സാഡ്നെസ്സുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. അതായത് ആ അമ്മയുടെ വിഷമം, ദ ഡിം ടിയർ ലൈക്ക് light mirrors the mother's sorrow. Just as her tears flow, the lamp's glow is faint and struggling to shine. ആ അമ്മയുടെ വിഷമം എങ്ങനെയാണോ അതുപോലെയാണ് ആ ലാമ്പിൻ്റെ വെളിച്ചം. ആ ലാമ്പിൻ്റെ വെളിച്ചത്തിന് പോലും ഇങ്ങനെ ഷൈൻ ചെയ്യാൻ, ബ്രൈറ്റ് ആവാൻ സാധിക്കുന്നില്ല. അതും അടക്കം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മ എങ്ങനെയാണോ അതുപോലെയാണ് ഈ ലാമ്പും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഒരു പൂച്ചയുടെ വരവാണ്. ഒരു പൂച്ച ഇങ്ങനെ വരികയാണ്. പൂച്ച ഇങ്ങനെ ഉമ്മു കുൽസുവിൻ്റെ ഒരു ചെരുപ്പ് അവിടെ ഇങ്ങനെ അവിടെ ചവിട്ടുപടിയിൽ കുറച്ച് കല്ലിൻ്റെ സ്റ്റെപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മു കുൽസു ഓൾറെഡി മരിച്ചുപോയി. അപ്പോൾ ഉമ്മു കുൽസുവിൻ്റെ ചെരുപ്പിൽ വന്നിട്ട് ആ ഒരു പൂച്ച വന്നിട്ടിങ്ങനെ മാന്തുകയാണ്. ഇങ്ങനെ അതെന്താണെന്നിങ്ങനെ നോക്കുക, സെർച്ച് ചെയ്യാണ്. പെട്ടെന്ന് ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് ഒരു ഭാവഭേദവും ഇല്ലാണ്ട് അവൻ എങ്ങോട്ടോ പോവുകയാണ്. അവൻ വീടിൻ്റെ പുറകിലേക്കുള്ള ഒരു കോറിയിലേക്ക് അവൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ആദ്യം ആ പൂച്ച വളരെ ഭയങ്കരമായിട്ട് ഉമ്മുക്കുൽസുവിനെ തപ്പി പിടിച്ചെടുക്കും എന്നുള്ള രീതിയിലാണ് പരതിക്കൊണ്ടിരിക്കുന്നത്, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തുടർന്ന് അവന് യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ലാതെ അവൻ പുറത്തോട്ട് നടന്നു പോകുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു? അതായത് ഇപ്പോൾ നമുക്ക് മനുഷ്യന്മാർക്ക് നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ അടുത്തുള്ള ആര് തന്നെ മരിച്ചാലും നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഒരു പക്ഷേ മൃഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പം അതുതന്നെയാണ് ഇവിടെ പൂച്ചയുടെ ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പൂച്ചയെ ഉമ്മുക്കുൽസു വളർത്തിയിരുന്നതാവാമല്ലോ, അതുകൊണ്ടാണല്ലോ ആ പൂച്ച അവളെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളുടെ ചെരുപ്പാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടെ കിടന്ന് പരതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തനിയെ പുറത്തോട്ട് നടന്നു പോകുന്നു. പക്ഷേ നമ്മൾ ചിലപ്പോൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചില ഡോഗ്സിൻ്റെയൊക്കെ ഓണേഴ്സ് ഇങ്ങനെ മരിക്കുകയാണെങ്കിൽ ആ ഡോഗ്സിന് ഭയങ്കര വിഷമാവും എന്നൊക്കെ. അത് വേറൊരു കേസാണ്. പക്ഷേ ഇവിടെ പറയുന്ന നമ്മൾ യൂഷ്വലി പറയാറുണ്ട് ഡോഗ്സിനാണ് കുറച്ചും കൂടെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുക. പൂച്ചകൾക്ക് എത്രമാത്രം ഭക്ഷണം കൊടുത്താലും പൂച്ചകളെ കൊണ്ട് ഒരു നന്ദി ഉണ്ടാവില്ല, അല്ലെങ്കിൽ പൂച്ചകൾക്ക് യാതൊരു തരത്തിലുള്ള സ്നേഹം ഉണ്ടാവില്ല. അവർ എപ്പോഴും കള്ളന്മാരാണെന്നൊക്കെ നാട്ടിൻപുറങ്ങളിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എന്നപോലെ ഈ പൂച്ച ഇവിടെ എന്താണ്, പൂച്ച ഇവിടെ ആരോ എന്തോ മരിച്ചു ആയിക്കോട്ടെ എന്നുള്ള പോലെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പം ഇതിൽ നമുക്ക് വേറൊരു യൂണിവേഴ്സൽ ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മനുഷ്യന്മാർ ഒരു മരണത്തിൻ്റെ പേരിൽ എത്രമേൽ വിഷമിക്കുന്നുണ്ട്. ആ ഒരു വിഷമമൊന്നും നമ്മുടെ പ്രകൃതിക്കോ മൃഗങ്ങൾക്കോ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രകൃതിയോ അനിമൽസോ എന്തു തന്നെ ആവട്ടെ അവർക്കൊന്നും യാതൊരു തരത്തിലും ഈ ഒരു വിഷമം ബാധിക്കുന്നതായിട്ടില്ല. This highlights how while humans deeply mourn death, nature and animals continue unaffected. ഇപ്പം നമ്മളിൽ ഒരാൾ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പ്രകൃതി അതിൻ്റെ പേരിലിരുന്ന് കരയുമോ? ഇല്ല. നമ്മളിപ്പോൾ ഇന്ന് മരിച്ചാലും നാളെ സൂര്യൻ രാവിലെ കിഴക്ക് തന്നെ ഉദിക്കും, വൈകിട്ട് അസ്തമിക്കുകയും ചെയ്യും. ഇവിടെ അതിലൊന്നും യാതൊരു തരത്തിലുള്ള മാറ്റം ഉണ്ടാവില്ല. മൃഗങ്ങൾ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ മൃഗങ്ങളും ഇങ്ങനെ നോളിയിടുമോ? ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ മൃഗങ്ങളെല്ലാം പോയിട്ട് അയ്യോ അയാൾ മരിച്ചു, ഞാൻ എന്നാൽ പോയിട്ട് ഞങ്ങൾ മൃഗങ്ങളെല്ലാവരും കൂടെ മരിക്കാൻ പോകണം, അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ മൃഗങ്ങൾക്കും നേച്ചറിനും ഒന്നും യാതൊരു തരത്തിലുള്ള ഒരു എഫക്റ്റ് ചെയ്യുന്നതായിട്ട് ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ള കൂടെ ആ ഒരു യൂണിവേഴ്സൽ ലോ അല്ലെങ്കിൽ ആ ഒരു സിദ്ധാന്തം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമുക്ക് ഇപ്പോൾ ഒരാൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തോന്നുന്നത് നമ്മുടെ ചുറ്റുമുള്ള ലോകം ആകെ മൊത്തം മാറിപ്പോയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ നഷ്ടപ്പെടുകയാണെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയാണ്, ഒരു അറ്റാക്ക് മൂലം എന്തോ മരിക്കുകയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് അവരുടെ ചുറ്റും തോന്നുന്ന ലോകം മാറിപ്പോയി, ഇനി എൻ്റെ ജീവിതത്തിൽ ഭർത്താവില്ല, എനിക്ക് പുതിയൊരു ചുറ്റുപാടുമാണ് എനിക്കുള്ളത്. പക്ഷേ ശരിക്കും അങ്ങനെയാണോ? ശരിക്കും അവരുടെ ചുറ്റുമുള്ള ലോകം മാറിയിട്ടുണ്ടോ? ശരിക്കും മാറിയിട്ടില്ല. ആ വേൾഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെയാണ്. പക്ഷെ അവർക്ക് തോന്നുന്ന ആ ഒരു ലോകം എന്ന് പറയുന്നതാണ് ഇവിടെ മാറിയിരിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ അമ്മയുടെ കാര്യം എന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് തോന്നുന്നതായിട്ടുള്ള ആ ലോകം മാറി, പക്ഷെ ശരിക്കും ലോകം മാറിയിട്ടില്ല.
നേച്ചറും അനിമൽസൊക്കെ അതേപോലെ തന്നെയാണ്, അവരിതിൻ്റെ പേരിലൊന്നും കെയർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത ലൈനിലും, അതായത് ഒരു കാറ്റ് വീശുമ്പോൾ കാറ്റും ഇതുപോലെ, നേച്ചറും അതുപോലെ ഇങ്ങനെ ഒരു മരണത്തിൻ്റെ പേരിലൊന്നും ഇങ്ങനെ വിഷമിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത ലൈൻസിലും പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ആ ഒരു കാറ്റ് ഇങ്ങനെ നമ്മുടെ ഉമ്മുക്കുൽസുവിൻ്റെ ഒരു കുറച്ച് കേടായിട്ടൊക്കെയുള്ള ഒരു ഡ്രസ്സ് ഇങ്ങനെ അഴക്കോലിൽ ഉണങ്ങാൻ വേണ്ടി ഇട്ടിരുന്നു. ആ ഉമ്മുക്കുൽസുവിൻ്റെ വേഷത്തിലൂടെയൊക്കെ ഇങ്ങനെ കാറ്റിങ്ങനെ തട്ടിക്കൊണ്ട് ഒരു ട്രീൻ്റെ മേലോട്ട് ആ കാറ്റിങ്ങനെ കയറിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കാറ്റിങ്ങനെ വളരെ സ്വാതന്ത്ര്യത്തോടെ വാണ്ടറിങ് ആയിട്ടാണ് പറയുന്നത്. കാറ്റ് ഇങ്ങനെ വളരെ ഫ്രീ ആയി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പലതിനെയും തട്ടിക്കൊണ്ട് എവിടെയും നിർത്താണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നേച്ചർ ഡസൻ കെയർ അബൌട്ട് ഹ്യൂമൻ ഇമോഷൻസ്. അതായത് നേച്ചർ ഒരിക്കലും, ഇപ്പോൾ ഇവിടെ എന്തെന്നെ സംഭവിച്ചാലും ആരെന്നെ മരിച്ചാലും നേച്ചറിന് ഒരിക്കലും അത് ഒരു എഫക്റ്റ് ചെയ്യുന്ന ഒന്നായിട്ട് അല്ല എന്നാണ് പറയുന്നത്. ദിസ് ഷോസ് ഹൗ ദ വിൻഡ് ഇൻട്രാക്ട്സ് വിത്ത് തിങ്സ് ബട്ട് കീപ്സ് മൂവിങ് അൺലൈക്ക് ദി മദർ ഹു ഈസ് സ്റ്റക്ക് ഇൻ ദി ഗ്രീഫ്. അപ്പോൾ ഇവിടെ അമ്മയെ നോക്കൂ, അമ്മ എങ്ങനെയാണ് ആ ഒരു വിഷമം അല്ലേ, മകൾ മരിച്ചു എന്നുള്ള വിഷമത്തിൽ അവിടെ സ്റ്റക്കായിട്ട് ഇരിക്കുകയാണ്, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ അത്രമേൽ വിഷമത്തിലാണ്. പക്ഷെ ഇവിടെ നേച്ചർ എങ്ങനെയാണ്, ആ കാറ്റെങ്ങനെയാണ്, കാറ്റിങ്ങനെ എല്ലാ സബ്സ്റ്റൻസിലും അല്ലെങ്കിൽ എല്ലാ തിങ്സിലും ഇങ്ങനെ തട്ടി ഇങ്ങനെ വാണ്ടറിങ് ആയി വളരെ ഫ്രീ ആയി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യാതൊരു തരത്തിലും അവനൊരു ഭാവഭേദവും ഇല്ല. ഇനി അടുത്ത ലൈൻസിൽ ഈ അമ്മ ഇങ്ങനെ പുറത്തിങ്ങനെ വീടിൻ്റെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്, രാത്രി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കുട്ടി മരിച്ച രാത്രിയിൽ തന്നെ പെട്ടെന്നുണ്ടൊരാ ഒരു വലിയ മഴ അല്ലേ, മഴ പെട്ടെന്ന് ഫ്ലറി ഓഫ് റെയിൻ എന്നാണ് പറയുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് റെയിനിങ് ഹെവിലി. സോ ഈ റെയിൻ കുഡ് സിംബലൈസ് ഹെർ ഓവർവെൽമിങ് ഇമോഷൻസ് ഓർ അൺഎക്സ്പെക്റ്റഡ് ഗ്രീഫ്. അവർ പെട്ടെന്നുള്ള ആ ഒരു വിഷമം, നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ധാരയായിട്ട് ദേഷ്യം വരിക അല്ലെങ്കിൽ ധാരയായിട്ട് വിഷമം വരിക എന്നൊക്കെ പറയില്ലേ, പെട്ടെന്ന് ഉള്ളിൽ നിന്നൊക്കെ പൊട്ടി ഒഴുകുക, ആ ഒരു രീതിയിലാണ് ഈ ഒരു മഴയെ ഇവിടെ പറയുന്നത്. അവരുടെ അത്രമേൽ ഉള്ളിലുള്ള ഇമോഷൻസ് ഇങ്ങനെ പൊട്ടി വരുന്നത് കാണാം. അപ്പോൾ ആ ഒരു ഇമോഷൻസൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ അമ്മ പെട്ടെന്ന് വീട്ടിൻ്റെ ഉള്ളിലോട്ട് ഓടിപ്പോയി, എന്നിട്ട് അവിടെ കടന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരൊരു പുള്ളികളൊക്കെ ഉള്ള ഒരു ഒരു കുട അവർ കണ്ടെത്തുന്നു. ഈ കുട നമ്മുടെ ഉമ്മകുൽസു ഉപയോഗിച്ചിരുന്നതാണ്. ഈ ഉമ്മുകുൽസു എപ്പോഴും ഈ കുടയെ പറ്റിയിട്ട് പരാതിപ്പെടാറുണ്ട്. അപ്പോൾ എന്താണ് ഉമ്മുകുൽസു പരാതിപ്പെടുന്നത്? ഉമ്മുകുൽസു പറയണത് ഈ കുടയുടെ വടിയും അതുപോലെ അതിൻ്റെ മെറ്റൽ ഫ്രെയിമൊക്കെ ഇല്ലേ ഉള്ളിൽ, അതൊക്കെ കേടാണ്, അത് ബ്രോക്കൺ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ആ കംപ്ലൈനിങ് ഒക്കെ ഈ അമ്മ ഇപ്പോൾ ഉമ്മുകുൽസു മരിച്ചതിന് ശേഷം ആലോചിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ആ അമ്മ വീടിന് പുറത്തേക്ക് പോയിട്ട് കുടയൊക്കെ നിവർത്തിയിട്ട് അവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ന്യൂ മൗണ്ട് ഓഫ് എർത്ത് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ശവക്കുഴീനെയാണ് അവിടെ പറയുന്നത്, ഫ്രഷ് ഗ്രേവ്. ഉമ്മുകുൽസുവിനായി കുഴിച്ച് അതിലിപ്പോൾ ഉമ്മുകുൽസു ആ ശവക്കുഴിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഒരു ശവക്കുഴിയുടെ മേലെ കൊണ്ടുപോയിട്ട് ഈ ഒരു തുറന്ന് വെച്ച അമ്പർല അതിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് വെക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, എന്തൊരു അവസാനത്തെ എൻഡിങ് ആണല്ലേ. അതായത് അവസാന നിമിഷം ആ കുട്ടി മരിച്ചിട്ട് പോലും ആ അമ്മയ്ക്ക് കുട്ടിയെ സംരക്ഷിക്കണം എന്നുള്ള ആ ഒരു ചുമതല അല്ലേ, മഴയത്ത് നനയരുത്, കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എൻ്റെ മകളെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു എൻഡിങ് നമുക്ക് ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒന്നാണ് അല്ലേ. ദിസ് കുഡ് മീൻ ദാറ്റ് ഹർ സോരോ നെവർ എൻഡ്സ് ജസ്റ്റ് ലൈക്ക് ദി സീസ്ലെസ് റെയിൻ. അതായത് മഴ ഇങ്ങനെ തോർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അതിനൊരു അവസാനമില്ല. അപ്പോൾ ആ സമയത്താണ് കുട്ടിക്കൊന്നും വരരുതേ എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കൂടെ കൊണ്ടുപോയിട്ട് ആ ശവക്കുഴിയുടെ മേലെ വെക്കുന്നത്. അപ്പോൾ അവരുടെ വിഷമം ഒരിക്കലും, സ്വന്തം മകൾ മരിച്ചു കഴിഞ്ഞാൽ വിഷമം ഒരു ദിവസം കൊണ്ട് മറക്കാൻ സാധിക്കുന്നതാണോ ഒരു അമ്മ? ഒരിക്കലുമല്ല. അതിങ്ങനെ അമ്മയുടെ ജീവിതാവസാനം വരെ അവരുടെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ നിറഞ്ഞു നിൽക്കും. ആ ഒരു വിഷമം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല, അതൊരു തോരാ മഴയായി, ഒരിക്കലും തീരാത്ത മഴയായി മാറുന്നു എന്ന് നമ്മുടെ കവി ഇവിടെ പറയുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ചാപ്റ്റർ. അപ്പോൾ
അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് ഇമേജറീസിനെ കാണാൻ പറ്റും അല്ലേ. ഒരുപാട് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലിങ്ങനെ പല ഫോട്ടോസ് അല്ലെങ്കിൽ ഇമേജസ് നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഉദിച്ചു വരും. അതായത് ഒന്ന് ആ ചെമ്പക മരത്തിൻ്റെ കാര്യം അല്ലേ, പിന്നെ ആ ഒരു ചിമ്മിനി ലാമ്പിൻ്റെ കാര്യം, പിന്നെ ഒരു പൂച്ച വരുന്ന കാര്യം, പിന്നെ ആ ഒരു കാറ്റിങ്ങനെ തുണികളിലൂടെ തട്ടിപ്പോകുന്ന കാര്യം, മഴ പെയ്യുന്നത്, പിന്നെ അതുപോലെ ആ ഒരു അംബർല, ഒരു കൊട, അതൊക്കെ നമുക്കിങ്ങനെ മനസ്സിൽ തന്നെ ഒരു പിക്ചർ ഇങ്ങനെ കൊണ്ടുവരികയാണ് അല്ലേ. അത് എന്താണ് ശരിക്കും ഒരു വിഷമിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ആ അമ്മയുടെ വിഷമം, ഹെൽപ്ലെസ്നെസ്, ലോൺലിനെസ്, ഇതിനെയൊക്കെ നമുക്കിവിടെ സൂചിപ്പിക്കാം. അതല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിയ നമുക്കിവിടെ കാണാൻ പറ്റും. ആ അംബർല എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ ഫ്രോക്ക്, അവരുടെ ഡ്രസ്സ് അവിടെ ഉണക്കായിട്ടിരുന്നു, അതൊരു ഫ്രോക്കാണെന്ന്, ഒരു ഉടുപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ആ ഒരു ഉമ്മു കുൽസു എന്ന് പറഞ്ഞ ആ മരിച്ച ഒരു വ്യക്തിയുടെ ഓർമ്മയായിട്ട് നമുക്കിവിടെ പറയാം. ഇനി ഇവിടെ നമ്മുടെ റഫീഖ് അഹമ്മദ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, ലാംഗ്വേജ് ആസ് എ ടൂൾ ഫോർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ദ സീസ്ലെസ് റെയിൻ. അതായത് ഉമ്മു കുൽസു എന്നുള്ളൊരു പേര് തന്നെ നോക്കൂ, നമ്മുടെ ഒരു മുസ്ലിം നെയിമാണ് അല്ലേ, മുസ്ലിം മലയാളി ഐഡൻറ്റിറ്റി അതൊക്കെ ഉള്ളൊരു നെയിമാണ്. അപ്പോൾ അത് കേരളത്തിൻ്റെ അത്രമേൽ തനതായ കൾച്ചറൽ ഡൈവേഴ്സ് കൾച്ചറൽ ഫാബ്രിക്കിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചെമ്പകമരം, അതും കേരളവുമായി ഒരുപാട് ബന്ധപ്പെട്ട ഒന്നാണ്. അതുപോലെ സ്റ്റോൺ സ്റ്റെപ്സ്, റോക്ക് ക്വാരീസ്, ഇതൊക്കെ ഓരോ കേരളത്തിൻ്റെ ഹൗസ് ഹോൾഡും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ്, അതിനൊക്കെയുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഒരു മരണം നടന്ന വീട്ടിൽ എന്തൊക്കെയാണ് അവിടുത്തെ റിച്വൽസ്, അവിടുത്തെ പ്രാക്ടീസസ് എന്നൊക്കെ നമ്മുടെ കവി വ്യക്തമായി പറയുന്നുണ്ട്. അതായത് വാടകയ്ക്കായി എടുത്തുള്ള ചെയറുകൾ, ഗ്യാസ് ലൈറ്റുകൾ, മാറ്റുകൾ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പണ്ട് കേരളത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്, അതൊക്കെ ഇവിടെ പറയുന്നു. റിലേറ്റീവ്സും നൈബേഴ്സൊക്കെ വരുന്നു, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോ അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിൽ ഉണ്ടാവുന്ന കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിൻ്റെ കൾച്ചറൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ, ആ ഒരു രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മിക്ക എഴുത്തുകളും, ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം എഴുതുന്നതെന്ന് നമുക്ക് പറഞ്ഞു. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ടതും റെയിൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഓഫ് ഗ്രീഫ്, ആ ഒരു സോരോ, മെറ്റഫർ ഓഫ് സോരോ, പാസേജ് ഓഫ് ടൈം, ഇതൊക്കെ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ നമുക്കറിയാം ഇതൊരു ട്രാൻസ്ലേഷനാണ്. അപ്പോൾ തോരാമഴ എന്നുള്ളത് മലയാളം ടൈറ്റിലും സീസ്ലെസ് റെയിൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റഡ് ടൈറ്റിലുമാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിലും വ്യത്യാസം എന്താണ്? അപ്പോൾ തോരാമഴ എന്ന് പറയുന്നത് അത്രമേൽ ഒരിക്കലും നിൽക്കാത്തൊരു മഴ എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കേരളത്തിൻ്റെ മൺസൂൺ കാലഘട്ടവുമായിട്ട് നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് ലഭിക്കുന്ന മഴ, ആ മഴയിലൂടെ നമുക്ക് കിട്ടുന്ന നൊസ്റ്റാൾജിയ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് കവികളും കഥാകാരന്മാരൊക്കെ ഈ ഒരു മഴയെ വെച്ചിട്ട് ഒരുപാട് കവിതകളും കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സീസ്ലെസ് റെയിൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കുറച്ചും കൂടി ഈ ഒരു ഡയറക്റ്റ് ആൻഡ് ഫോർമൽ വേയിലാണ് ആ ഒരു ടൈറ്റിൽ അല്ലേ. അപ്പോൾ നമ്മൾക്ക് തോരാ മഴ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിൻ്റെ ഒരു കുളിർമയെന്ന് നമുക്ക് ചിലപ്പോൾ സീസ്ലെസ് റെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം അത് കുറച്ചും കൂടെ ഒരു അത്രയ്ക്ക് നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ റെയിൻ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റെയിൻ എന്തൊക്കെ ആയിട്ട് സൂചിപ്പിക്കുന്നു? റെയിൻ ആസ് എ സിമ്പിൾ ഓഫ് ഗ്രീഫ്, റെയിൻ ആസ് എ റിഫ്ലക്ഷൻ ഓഫ് ഇമോഷണൽ ടർമോയിൽ, അതുപോലെ റെയിൻ ആസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് പാസേജ് ഓഫ് ടൈം അല്ലേ. ഇമോഷണൽ ടർമോയിൽ എന്ന് പറയുന്നത് അതായത് ആ ഒരു പെട്ടെന്ന് മഴ വന്നപ്പോൾ ആ ഒരു അമ്മയിൽ എന്താണ് ഉണ്ടായിരുന്നത്, പെട്ടെന്നൊരു ഓവർവെൽമിങ് ഓഫ് ഇമോഷൻസ് ആയിരുന്നു. പെട്ടെന്ന് അവർ ഓടിപ്പോയി അംബ്രല്ല സെർച്ച് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ സിംബോളിസം, റെയിനിൻ്റെ സിംബോളിസം അല്ലേ. ബ്രോക്കൻ അംബ്രല്ല എന്ന് പറയുന്ന ആ ഒരു മെമ്മറിയെ സൂചിപ്പിക്കുന്നു. പിന്നെ കാറ്റ് ആൻഡ് വിൻഡ്, ഇതൊക്കെ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് നോട്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു.